യെസ്. ഇപ്പോ അസ്ലമൻ പറഞ്ഞ പോലെ നമ്മളിൽ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ കാത്തിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും അല്ലെ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ അല്ലെ. പണ്ടത്തെ മീഡിയകൾ അങ്ങനെ ആയിരുന്നില്ല അല്ലെ. പണ്ടത്തെ മീഡിയകൾ എങ്ങനെയായിരുന്നു? പത്രം നമുക്ക് വേണമെങ്കിൽ വായിക്കാം, ടി വിയും നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കാം അല്ലെ. ഇപ്പോഴും ടി വിക്ക് ആയതുമ്പോൾ ടിവിന്റെ മുന്നിൽ കുട്ടികൾ ഇരിക്കുക എന്നായിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ളത്. എപ്പോഴും ടിവിന്റെ മുന്നിൽ ഇരിക്കുക എന്നായിരുന്നു. അതൊക്കെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റിയിരുന്നു അല്ലെ. പക്ഷെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വിധം നമ്മളെ ജീവിതത്തെ ആകമാനം വരിഞ്ഞു മുറുക്കിയ അല്ലെങ്കിൽ അത്രയും സ്വാധീനിച്ച, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ വലിയൊരു റവല്യൂഷൻ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതൊരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ള മഹത്തായ അനുഗ്രഹത്തിലാണ് അല്ലെ. അതുകൊണ്ടല്ലേ ഞാൻ എത്രയോ വർഷങ്ങളായി ക്ലാസ് എടുക്കുന്നുണ്ട്. 10 വർഷത്തിലധികമായിട്ട് EFT എന്നുള്ള മേഖലയിലുണ്ട്. അതിന് മുന്നേ 2011 മുതൽ ട്രെയിനിങ്ങിലുണ്ട്. ഏകദേശം 13 വർഷത്തിലധികമായിട്ട് ട്രെയിനിങ് മേഖലയിലെ ആളാണ് ഞാൻ. പക്ഷെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടപ്പോ എത്രയായിരുന്നു ആലോചിച്ച് നോക്കൂ. ചില ആളുകൾ പരിചയപ്പെട്ടിട്ട് മാസങ്ങളായിട്ടുള്ളൂ, ദിവസങ്ങളായിട്ടുള്ളൂ. 1 വർഷമായി പരിചയപ്പെട്ടവരുണ്ടാവാം, ഏറി വന്നാൽ 2 വർഷം, 2.5 വർഷം, അതിനപ്പുറത്തേക്കുള്ളവരുണ്ടെങ്കിലും കുറവാണ്. കാരണം എന്താണ്? സോഷ്യൽ മീഡിയ അല്ലെ. വേറെ ഒന്നുമല്ലല്ലോ. സൂം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം വന്നത് സോഷ്യൽ മീഡിയയിലെ വലിയൊരു റവല്യൂഷൻ, വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന രീതിയിൽ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ പറ്റില്ല. അത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. സ്വർണം വീട്ടിൽ സപ്പോർട്ടില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ഭാര്യമാർക്കൊക്കെ ഒരുപാട്, ഫാമിലിക്കൊക്കെ ഒരുപാട് ആശ്വാസം ഉണ്ടായത് ഇത്തരം ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് ആൾ ലൈഫിൽ അത്രയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയത്. അപ്പൊ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ വിമർശിക്കുക എന്നുള്ളത് വലിയ ഒരു അബദ്ധമായിരിക്കും. അതിന് പകരം സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവായ ഒരു മിനിറ്റ്, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായുള്ള ഇമ്പാക്ട് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഒരിക്കലും തെറ്റല്ല. നമ്മൾ കത്തി പോലെയാണ് അല്ലെ. നമ്മളെ കയ്യിൽ കത്തി കിട്ടിക്കഴിഞ്ഞാൽ ആ കത്തി എങ്ങനെ ഉപയോഗിക്കണം നമുക്ക് അറിയാമെങ്കിൽ അതൊരു കുഴപ്പമില്ല. ഇത് ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ കത്തി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു പക്ഷെ ഒരാളുടെ ജീവനെടുത്തേക്കാം അല്ലേ. ഉപയോഗിക്കാൻ അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്തും സംഭവിക്കാം. അപ്പൊ ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളെ കയ്യിലുള്ളത് മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് അതിനുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണം. എന്താണ് ഈ അഡിക്ഷൻ എന്ന് അറിയണം നമ്മൾ. എന്താണ് അഡിക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? സോഷ്യൽ മീഡിയ അഡിക്ഷൻ അവിടെ നിൽക്കട്ടെ. എന്റെ മുന്നേ ഒന്നാമത്തെ ചോദ്യം എന്താണ് അഡിക്ഷൻ എന്ന് കമന്റ് ബോക്സ് റീപ്ലൈ വരണം കേട്ടോ. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ ഒന്നും കൂടെ എനർജി കിട്ടും. ഞാൻ പറഞ്ഞു എല്ലാവരും ആക്റ്റീവായിട്ട് വരും, ആക്റ്റീവായിട്ട്. യെസ്, നമ്മളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, എന്താണ് അഡിക്ഷൻ? മാക്സിമം ആളുകൾക്ക് നമ്മളെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ചെയ്തോ? ഞാൻ വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യണേ. ഇത്ര ആളുകൾ, കുറേ ആളുകൾക്ക് നമുക്ക് മെസ്സേജ് എത്തിക്കും. ഒഴിവാക്കാൻ പറ്റാത്തത് ഡീപ്പ് അറ്റാച്ച്മെന്റ്. ആഴത്തിൽ നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിപ്പോയി.
ആവർത്തിച്ച് ചെയ്യുന്ന അമിതമായതാണ് അഡിക്ഷൻ. ഓക്കെ, എന്താണ്, അതില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ, സമയം കളയുന്നത്, ഒഴിവാക്കാൻ പറ്റാം, വേണ്ട എന്ന് വിചാരിച്ചാലും അടിമപ്പെട്ടു പോവുക, അടിമപ്പെടുക, നാശമാണെന്ന് അറിഞ്ഞുകൊണ്ട് അടിമപ്പെടുക, എന്താണ്, മുഴുകിയിരിക്കുക, അധികമായത്. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ വ്യത്യസ്തമായുള്ള വിശദീകരണങ്ങളാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കമ്പൽസീവ് എൻഗേജ്മെന്റ് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാതെ അതിൽ നമുക്ക് എൻഗേജ്ഡ് ആവും, പെട്ടുപോവാം. കമ്പൽസീവ്, ഒബ്സസീവ്. ഒബ്സഷൻ എന്ന് പറയുന്നത് വേണ്ട എന്ന് വിചാരിച്ചിട്ടും അത് ചെയ്യേണ്ടി വരിക. ഉള്ളിൽ ആഗ്രഹമുണ്ട്, അത് ചെയ്യണ്ട, നല്ലതല്ല, അറിയും ചെയ്യും, പക്ഷെ മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഒബ്സസീവ് ആയുള്ള, കമ്പൽസീവ് ആയുള്ള, ഒട്ടിച്ചേർന്ന്, അല്ലെ? എന്തുകൊണ്ടാണ്? റിവാർഡിങ് സ്റ്റിമുലി ഉണ്ട്, അവിടെ ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്നത്. കാരണം എന്താ? ഒരു സ്റ്റിമുലി ഉണ്ട്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? സന്തോഷമായിരിക്കുക, അല്ലേ? ആണോ? അല്ലേ? ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സമ്പത്തൊക്കെ പിന്നെയാണ്. സമ്പത്ത് ഉണ്ടായാലും സമ്പത്ത് ഹാപ്പി ആകാൻ കാരണമായിട്ട് പറയുന്നത് മാത്രം. ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് സമ്പത്തിന്റെ ഘടകമാണ്, മറ്റു പല കാര്യങ്ങളും ഘടകമാണ്. അപ്പൊ ഹാപ്പി ആയിരിക്കുക എന്നുള്ള അവസ്ഥ, ഈ ഹാപ്പി ആയിരിക്കുക എന്നുള്ള എവിടുന്ന് കിട്ടുന്നതാണ്? 7 സെന്റേഴ്സ് ഓഫ് ഡോപാമിൻ എന്ന് പറയുന്ന ബ്രെയിനെ കുറിച്ച് പറയാറുണ്ട്. വിശദമായി ഞാൻ പറയുന്നില്ല. നമ്മുടെ ഫാമിലി, അത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് ഫാമിലിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം കേട്ടോ. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് നല്ല ഫാമിലിയിൽ നിന്നാണ്. ഉറപ്പല്ലേ? സംശയമുണ്ടോ നിങ്ങൾക്ക്? നല്ല ഫാദർ, നല്ല മദർ, നല്ല സ്നേഹമുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അതിലും വലിയ സന്തോഷം കിട്ടുന്നത്, അല്ലേ? അത്തരമൊരു സോഴ്സ് ഓഫ് ഹാപ്പിനെസ് ചിലപ്പോൾ പുറത്തുണ്ടായിക്കോണമെന്നില്ല. കുടുംബത്തിലെ സന്തോഷം. പിന്നെന്താണ്? ഫ്രണ്ട്സ്, അല്ലേ? ചുറ്റുപാടുകൾ. പിന്നെ നമ്മുടെ ഹോബീസ്, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മൾ ചെയ്യുന്ന ഹോബി. പിന്നെ നമ്മുടെ ജോലി എടുത്തു പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോലി, നമ്മുടെ കരിയർ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അപ്പുറത്തേക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുക. ചെയ്യുന്ന ജോലി ഒരു ഭാരമല്ലാതെ ജോലി തന്നെ ഹോബി ആയിട്ട് എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ? ഭാരമല്ല. ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ജോലി ചെയ്യുന്നതാണ്, അല്ലെ? എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റും. രാവിലെ ആയാൽ വൈകുന്നേരത്തെ എപ്പോഴാണ് ജോലി തീരുക? വൈകുന്നേരത്തെ പ്രതീക്ഷിക്കുകയല്ല ചെയ്യാൻ. അതറിയാതെ സമയം പോയി, ജോലിയിൽ സമയം മുഴുകിയിരിക്കുന്ന അവസ്ഥ, അല്ലെ? വീക്കെൻഡ് കാത്തിരിക്കാത്ത അവസ്ഥ. മിക്ക ആൾക്കാരും എന്തായിരുന്നു? വീക്കെൻഡ് കാത്തിരിക്കാറുണ്ട്. ഒഴിവിനെ വെക്കേഷന് ഭയങ്കര ഇഷ്ടമാണ്. വെക്കേഷന് ഭയങ്കര ഇഷ്ടപ്പെടുക. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മള് ജോലി സംതൃപ്തി, കുടുംബത്തിൽ സന്തോഷം, പ്രകൃതിയിൽ, അല്ലെ? ഒറ്റപ്പെടാതെ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുക. അതേപോലെ എന്താണ്? നമ്മുടെ സോഷ്യൽ ലൈഫ്, ആളുകളായിട്ട്, സമൂഹത്തിലെ വ്യത്യസ്തമായ ആളുകളായിട്ട് സന്തോഷത്തോടെ നല്ല ബന്ധം കീപ്പ് ചെയ്യുക. സോഷ്യൽ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാർ. ഇതൊക്കെ വ്യത്യസ്തമായുള്ള സോഴ്സ് ഓഫ് ഹാപ്പിനെസ് ആയിട്ട് പറയുന്നു. ഇതിൽ എവിടെയെങ്കിലും കുറവ് വന്നാൽ, അല്ലെ, സംതൃപ്തി കുറവ് വന്നാൽ ബ്രെയിൻ ഇത് തേടും. ഇത് ബ്രെയിന് കൊടുത്തേ പറ്റൂ. ഇതില്ലാതെ ജീവിക്കാൻ പറ്റൂല. നമുക്ക് സന്തോഷമില്ലാതെ ജീവിതം മുന്നോട്ട് പോകോ? സന്തോഷമില്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നതാണ് സത്യം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പോകും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഫാമിലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഫ്രണ്ട്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, മറ്റുള്ള ആളുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്,
പല മേഖലകളിൽ നമുക്ക് ലഭിക്കേണ്ട ഈ സന്തോഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ സന്തോഷം ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് അവിടെ ഡെവലപ്പ് ചെയ്താൽ പിന്നെ അവിടെ ഡിപ്രഷനിലേക്കാണ് പോവുക, അല്ലെ? ടെൻഷനിലേക്കാണ് പോവുക, സ്ട്രെസ്സിലേക്കാണ് പോവുക. ആ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കൂടി വന്നു കഴിഞ്ഞാൽ, ചിലർക്കത് മാനേജ് ചെയ്ത് പോകും. പക്ഷെ മാനേജ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റക്ക് ആവും, അല്ലെ മുനിയറ? സ്റ്റക്ക് ആവുന്ന ഒരവസ്ഥ വരും. ഇത് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല, വല്ലാത്തൊരവസ്ഥ വരും. ഒരുപക്ഷെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിടാം. പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ ട്രോമകളൊക്കെ അനുഭവിച്ചുകൊണ്ട് പാരന്റ്സിൽ വളരെ മോശം പെരുമാറ്റം ഉണ്ടായി. ഈ സ്റ്റക്കായ അവസ്ഥയിൽ രക്ഷപ്പെടാൻ കഴിയാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷം തേടും. എവിടുന്നായാലും സന്തോഷം കിട്ടിയേ പറ്റൂ എന്നൊരവസ്ഥ. അപ്പൊ നല്ല കമ്പനി കിട്ടാത്തവർ മോശം കമ്പനിയിൽ പെടും, അല്ലേ? നല്ല അവസ്ഥ കിട്ടാത്തവർ നല്ല അവസ്ഥ. അപ്പൊ കയ്യിൽ കിട്ടുന്ന അവൈലബിൾ ആയുള്ള സാധനം മൊബൈലാണ്, അല്ലെ? എപ്പോഴും അവൈലബിൾ ആയുള്ള ഒരു കാര്യം മൊബൈലാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സന്തോഷം താൽക്കാലികമാണെങ്കിലും ഈ മൊബൈലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. താൽക്കാലികമായ അനുഭവമാണെങ്കിലും ഇതിലെല്ലാം നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. അപ്പൊ നമ്മളെ മുന്നിൽ വളരെ ഫ്രീ ആയി നമുക്ക് വളരെ രഹസ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, നമുക്ക് വേണ്ട സന്തോഷങ്ങളെല്ലാം കിട്ടുന്ന, അല്ലെങ്കിൽ അത്തരം കണക്ഷൻസ് റോങ് കണക്ഷൻ ആണെങ്കിലും അത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത്തരം സംവിധാനം വളരെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ സന്തോഷം കിട്ടാത്തവർ അവസാനം സന്തോഷം തേടിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അഡിക്റ്റഡ് ആവും. ഇത് ബോധപൂർവമല്ല, കാരണം നമുക്ക് സന്തോഷം കിട്ടിയേ പറ്റൂ എന്നൊരവസ്ഥ വരുന്നു. ആ നിലനിൽപ്പിന്റെ ഭാഗമാണ്. എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ സന്തോഷം കിട്ടിയേ പറ്റൂ എന്നൊരവസ്ഥ വരുമ്പോ പിന്നെ അതല്ലാതെ വേറെ നിർവാഹമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. എങ്ങനെയാണെങ്കിൽ ഇത് അത്ര നല്ലതല്ല എന്നറിഞ്ഞിട്ടും അതിലേക്ക് പെട്ടുപോകുന്ന അവസ്ഥ. അതാണ് അഡിക്ഷൻ. അത് മൊബൈലും സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് എടുത്തു പറയാണ്. ബാക്കിയുള്ളതെല്ലാം പിന്നെ വരുന്നതുള്ളൂ, ബാക്കി പിന്നെ വരുന്നത്, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ തന്നെ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്, അല്ലെ? നമ്മളെല്ലാവരും ആരും ഇത് വിട്ട് ഒഴിവാകുന്നില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ നിന്ന് ആരും ഒഴിവാകുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ നമുക്ക് അതിജയിക്കാൻ പറ്റും? ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്താണ് അവയർനെസ്? എനിക്ക് ഇങ്ങനെ ഒരു മോശം സ്വഭാവമുണ്ട് എന്ന് നമ്മൾ അറിയലാണ്. ഈ മോശം സ്വഭാവമില്ലാത്തവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വളരെ മോശം, വളരെ വൾഗർ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാവരും വൾഗറിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ അല്ലെ, നമ്മളെ സമയം കൊല്ലുന്ന, ചുരുങ്ങിയത് ഒരുപാട് സമയം നമ്മൾ കൊല്ലുന്നുണ്ട്, അല്ലെ സ്വർണം? ഒരുപാട് വിലപ്പെട്ട സമയം നമ്മൾ കളയുന്നില്ലേ സ്വർണം? ഒരുപാട് വിലപ്പെട്ട സമയം കളയുന്നു, ഊർജം കളയുന്നു, ക്യാഷ് റീചാർജ് ചെയ്തുകൊണ്ട് ക്യാഷ് കളയുന്നു. റീചാർജിൽ മാത്രമല്ല ക്യാഷ് പോകുന്നത്. ആ സമയം ഈ പറയാറില്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന സംഭവമുണ്ട് ബിസിനസ്സിൽ പറയാനുള്ളത്. ഇത് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഈ സമയം മറ്റുള്ള പ്രൊഡക്റ്റീവ് ആയുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ല ക്യാഷ് ഉണ്ടാക്കാമായിരുന്നു. ആ ക്യാഷ് കൂടെ നഷ്ടപ്പെടുന്നു. അതാണ്, അല്ലാതെ റീചാർജ് ചെയ്ത പൈസ മാത്രമല്ല പോണത്. ഒരുപക്ഷെ ഈ സമയം നിങ്ങൾ കൃത്യമായി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാമായിരുന്നു. അതുകൂടെ നഷ്ടപ്പെടുത്തുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ലക്ഷങ്ങൾ കോടികൾ വില മതിക്കുന്ന സമയത്തെ സമയമൂല്യബോധം ഇല്ലാതെ നഷ്ടപ്പെടുത്തുന്ന ഈ അഡിക്ഷൻ എന്ന ഈ സ്വഭാവം എനിക്കുണ്ട്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്കുണ്ട് എന്ന് സമ്മതിക്കലാണ്. ചിലർക്കാർ പറയും, ഇപ്പോഴത്തെ കാലത്ത് ആരാ മൊബൈലൊക്കെ ഉപയോഗിക്കാത്തത് എന്നൊരു ഒഴുക്കൻ മട്ടില്ല, അല്ലെ? സംസാരം കേട്ടിട്ടില്ലേ? അതൊക്കെ ഉണ്ടാകുന്നേ കുറച്ചൊക്കെ ഇല്ലാതൊക്കെ, അല്ലെ? കുട്ടികളെ കുറിച്ചാണ് പറയില്ലേ? ചില പാരന്റ്സ് പോലും പറയും കുറച്ചൊക്കെ അത് ഇല്ലാതൊക്കെയോ.
തീരെ ഉപയോഗിക്കേണ്ട എന്നല്ല, പ്രൊഡക്റ്റ് അറിയണം, പഠിക്കണം. കുട്ടികൾ ഇത് ചിന്തിക്കൂല, കുട്ടികൾക്ക് ഇത് അവയർനെസ് ഉണ്ടാവൂല, പറഞ്ഞാൽ മനസ്സിലാവൂല. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന എന്റെ ചോദ്യം. കുട്ടികൾക്ക് മനസ്സിലാവാത്ത അല്ല ഇവിടെ പ്രശ്നം, ഒരിക്കലും അല്ല. പാരന്റ്സിന് മനസ്സിലാവാത്ത, ഇവിടെ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ആദ്യം അത് ചിന്തിക്കുക. സജിനത് ഫ്രീ ആണോ? ഈ ഒരു അഡിക്ഷൻ സജിന ഫ്രീ ആണോ? അത് ചിന്തിക്കും. ഞാൻ ഫ്രീ ആണ്, എനിക്ക് സ്വഭാവമുണ്ടോ? സമയം കൊല്ലുന്ന സ്വഭാവമുണ്ടോ? ഉണ്ടോ? ആദ്യം ചോദിക്കും. സ്വഭാവം ഉണ്ടല്ലേ? എനിക്ക് പോലും പറയാൻ ധൈര്യമില്ല. ചിലപ്പം ഞാനും എന്ത് ചെയ്യുന്നല്ലോ, ചിലപ്പോൾ ഒരു കോമഡി ഒക്കെ കാണും കുറച്ച് സമയം. അഡിക്ഷൻ ആയിട്ടൊന്നുമില്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേ കുറെ ക്ലാസ് എടുത്ത് ഒരു വെറൈറ്റി വേണ്ട ഒരു കോമഡി ഒക്കെ എടുത്ത് കാണും. അഡിക്ഷൻ ആയിട്ടൊന്നും കേട്ടോ. അപ്പോഴും തോന്നും ആ സമയം ഞാൻ മറ്റുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൂടെ ഞാൻ ചിലപ്പോൾ തോന്നാറുണ്ട്. അതെ, മറിമായം. ഇടയ്ക്ക് ചെറിയ വലിയ ടിപ്സ് ഞാൻ കാണും കേട്ടോ. ഒരു 5 മിനിറ്റിന്റെ ആ ചെറിയതൊക്കെ ഞാൻ ചിലപ്പോൾ കാണും കേട്ടോ. ഞാൻ അങ്ങനെ ഫ്രീ ഒന്നും അല്ല. കാരണം വെറുതെ ഒരു രസം, കുറച്ച് അത് അഡിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചിലപ്പോ തോന്നും അതും ഞാൻ വെറുതെ കളഞ്ഞത് ശരിയല്ല എന്നൊക്കെ തോന്നാറുണ്ട്. അല്ലേ? എന്താ പറയുന്നത്? അപ്പൊ അതുകൊണ്ടാണല്ലോ ആളുകൾ ഇവിടെ പറഞ്ഞത് കേൾക്കാൻ ഇവിടെ വന്ന് സമയം നഷ്ടപ്പെടുത്തുന്നത്. ആളുകൾ ഇവിടെ സമയം നഷ്ടപ്പെടുത്തി. മുഹമ്മദ് അലി, ആളുകൾ ഇവിടെ ആരും സമയം നഷ്ടപ്പെടുത്താൻ വരുന്നില്ല കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. ഞാൻ പറയുന്ന പോയിന്റിൽ കാര്യമുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്നവർ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. മുഹമ്മദ് അലി തെറ്റിദ്ധരിച്ചെങ്കിൽ ഐ എം സോറി. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഞാൻ പറയുന്നത് ഇവിടെ സമയം കളയുന്നത് പ്രൊഡക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. സമയം കളയലല്ല, സമയം ഉപയോഗിക്കലാണ്. അങ്ങനെയല്ലേ തോന്നിയത്? ആർക്കെങ്കിലും സമയം നഷ്ടം തോന്നിയിട്ടുണ്ടോ? ഓക്കെ, ഇത് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഇവിടെ പറയുന്നത് ഒരിക്കലും അല്ലെ അനാവശ്യമായുള്ള ഒരു പോയിന്റ് ഞാൻ ഇവിടെ പറയാറില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഉപകാരപ്പെടുന്നത് മാത്രമേ പറയാവൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ, അവിടെ പോയിന്റിലേക്ക് വരാം. എന്താണ്, എനിക്കിങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കലാണ് ആദ്യ സ്റ്റേജ്. ഇങ്ങനെ ഒരു മോശം സ്വഭാവമുണ്ട്, സമയം കളയുന്ന സ്വഭാവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. ചിലക്കാർ പറയേ അത് കുറച്ച് സമയമല്ലേ. നിങ്ങൾ ആലോചിച്ചു, ടൈം മാനേജ്മെന്റ് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. 84,600 സെക്കൻഡ് ഒരു ദിവസം നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നുണ്ട് അല്ലെ. 14,440 മിനിറ്റ്. എങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ എത്ര സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? എത്ര സമയം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനം നമുക്ക് പറയാൻ പറ്റും അല്ലെ? എത്ര ശതമാനം നിങ്ങൾ പറയുന്ന സമയത്തെ എത്ര ശതമാനം ഉപയോഗിക്കുന്നുണ്ടെന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ബോധം വരും. എനിക്കടക്കട്ടോ, ഞാൻ നിങ്ങൾ ആരും പറയല്ല, എനിക്കടക്കം എന്റെ സമയത്തെ ഞാൻ എത്രത്തോളം നന്നായിട്ട് ഉപയോഗിക്കുന്നു, എത്ര പെർസെന്റേജ് ഇട്ട് നോക്കി. പെർസെന്റേജ് ഇട്ട് 50% ഉപയോഗിക്കുന്നുണ്ടോ? പറയാൻ അത്ര ധൈര്യം ഉണ്ടോ? 50% ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതൊരു സമാധാനം ഉണ്ട് അല്ലെ. 5 മണിക്കൂർ ഫോണിലാണ് ഒരാൾ പറയുന്നത്, പെട്ടെന്ന് രക്ഷപ്പെട്ടോ പ്രാക്ടീസ് ചെയ്ത്. 75% ഉപയോഗിക്കുന്നുണ്ട്, വെരി 10%, 20%. ശരിക്ക് നമ്മൾ ഓരോ മിനിറ്റും മനസ്സിലാക്കുകയാണെങ്കിൽ 50% താഴേക്കല്ലേ വരുള്ളൂ അല്ലേ. ഞാൻ മനസ്സിലാക്കുന്ന ആവറേജ് ഒരു 20% വരുള്ളൂ. എനിക്ക് തോന്നിയത് ഒരു 20%, ഒരു 20% ഒക്കെ നമ്മൾ സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ബാക്കി 80% ശരിക്കും വിലയിരുത്തും. 80% സമയം കളയുന്നവരാണ് ബഹുഭൂരിപക്ഷം. ജോലിക്ക് പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ സമയം പാഴാക്കുന്നുണ്ട്. എങ്ങനെയാ അറിയാം? മറ്റുള്ള ആ ജോലിയിൽ ഫോക്കസ് ചെയ്യാതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ മറ്റു പല ചിന്തകളിൽ മുഴുകിയിട്ട് ആ ജോലി പ്രൊഡക്റ്റീവായി ചെയ്യാതെ അവിടെയും സമയം പാഴാക്കുന്നുണ്ട്. എസ്സോർണോ? നിങ്ങൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ആത്മാർത്ഥമായിട്ട് 80% എങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 80% അതിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവും. പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്?
സ്വയം ചോദിക്കും. 80% നിനക്ക് ആ ജോലിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അത് പറ്റുന്നുണ്ടോ? സംതൃപ്തിയോടെ, സമാധാനത്തോടെ, പ്രൊഡക്റ്റീവായിട്ട് പറ്റുന്നവർ എത്ര പേരുണ്ട്? 80% അതിൽ ഫോക്കസ് ഉണ്ടാവണം. 20% മനുഷ്യന്മാരല്ലേ? അതൊരു ആവറേജ് അല്ലെ? 80% ആ ജോലിയിൽ മനസ്സ് ഫോക്കസ് ആയി ചെയ്യാൻ പറ്റും. അത് പറ്റുന്നില്ലെങ്കിൽ അവിടെയും സമയം കളയുന്നു. യു ആർ വേസ്റ്റിംഗ് യുവർ പ്രഷ്യസ് ടൈം. ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പ്രഷ്യസ് ടൈം വേസ്റ്റ് ചെയ്യണം. ഉറങ്ങുന്നു എന്ന പേരിൽ സമയം കളയുന്നവരുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ? കിടക്കുന്നു പക്ഷെ ഉറങ്ങുന്നില്ല. അങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. അഗെയിൻ വേസ്റ്റിംഗ് ടൈം. ഉറക്കം വരാത്തവര് ബോധപൂർവം അതൊക്കെ ഹീൽ ചെയ്ത് റെഡിയാക്കേണ്ട കാര്യം കേട്ടോ. കിടന്നാൽ ഉടനെ ഉറങ്ങണം. രാവിലെ നേരത്തെ 3.5 മണിക്കൂർ 4 മണിക്കൂർ ഗാഢനിദ്ര കിട്ടിയാൽ മതി. പക്ഷെ ഒരുപാട് സമയം കിടക്കുന്നു പക്ഷെ ഉറക്കം വരുന്നില്ല. എന്നിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് സമയം കളയുന്നു. ഈ സമയബോധം ഇല്ലാതെ ഈ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിയാതെ ഈ പ്രശ്നം അറിയണം. അതിനെയും മാറ്റാൻ പറ്റും. ഈ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിന് സമാധാനം കൊടുത്ത് ഗാഢനിദ്ര കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കിന്റെ സമയം പോലും കുറച്ചു കൊണ്ടുവരാം. അങ്ങനെ സുഹൃത്ത് എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിന്റെ പേര് തിങ്ക്, എന്താണ്, സ്ലീപ്പ് ആൻഡ് വിന്ന്. അങ്ങനെ പഠനം തന്നെ. ഉറങ്ങൂ വിജയിക്കും. അദ്ദേഹം ആ ക്ലാസ്സിൽ പറയുന്നത് 3.5 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നാണ്. അദ്ദേഹത്തിന്റെ ഉറക്കിന്റെ സമയം ചോദിച്ചപ്പോൾ 1 മണിക്ക് കിടന്നാൽ 2, 3, 4:30, 2, 1, 5:30, 5 മണി 5:30, അതായത് 3.5 മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് എന്താണ് പൂർണ്ണമായും ഗാഢനിദ്ര അദ്ദേഹം ലഭിക്കുന്നു പ്രാക്ടീസിലൂടെ. വല്ലാത്ത മെഡിറ്റേഷൻ ആണ്. ബാക്കി മുഴുവൻ സമയം എന്താ ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു റിസർച്ച്, റീഡിങ്, പഠനത്തിന് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെയും ലോകത്ത് ആളുകളുണ്ട്. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ ആവണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മളൊക്കെ ഉറക്കം ഒരു അഡിക്ഷനായ ആൾക്കാരുണ്ട്. കുറെ ഉറങ്ങിയാലേ സമാധാനം കിട്ടുള്ളൂ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ മൊബൈലില് സമയം രാത്രി ചെലവഴിച്ചുകൊണ്ട് ഉറങ്ങാതെ 2 മണി വരെ, 1 മണി 2 മണി വരെ ഉപയോഗിച്ച് അവസാനം ലേറ്റ് ആയിട്ട് ഉണരുന്നവരും ഉണ്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ ബ്രെയിനിൽ കയറ്റിയിട്ട് സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് ഗാഢനിദ്ര ലഭിക്കാതെ നേരം പുലർന്നിട്ടും ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് അല്ലെ വളരെ ലേറ്റ് ആയിട്ട് എണീറ്റുകൊണ്ട് ആ ദിവസത്തിന്റെ എനർജി മുഴുവൻ നശിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം അവബോധത്തിന്റെ കുറവാണ്. നമ്മൾ നമ്മളെ അറിയുക. നമ്മൾ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് അറിയണം. അതാണ് അവയർനെസ് ഉണ്ടാവുക, അവബോധം ഉണ്ടാവുക. നല്ല കാര്യങ്ങൾ അഡിക്ഷൻ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അത് ഓവറായിട്ട് അഡിക്ഷൻ എന്ന രീതിയിലേക്ക് വരരുത്. ഇപ്പൊ ചില ആൾക്കാർ എന്താണ് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഓവറായിട്ട് അമിതമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് വളരെ ശാന്തമായ മനസ്സിലായിരിക്കണം എല്ലാ കാര്യവും. എക്സൈറ്റ്മെന്റിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കും. ചില ആൾക്കാരോട് പറയാണ്ട് ഇപ്പൊ സാറെ ക്ലാസ്സിന് അഡിക്ഷൻ ആണ്. ഞാൻ പറയുന്നു അങ്ങനെ അത് കേട്ടിട്ടില്ലെങ്കിൽ സമാധാനക്കേട് ഉണ്ടാകുമെന്ന് പറയുന്ന അഡിക്ഷൻ തന്നെയാണ്. നിങ്ങളെ ക്ലാസ് കേൾക്കാതിരിക്കാൻ പറയല്ലോ കേട്ടോ. എങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞേ സാറ് ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ അന്നൊരു സമാധാനം, അന്ന് ഫുള്ള് ടെൻഷനാണ്. ഞാൻ പറഞ്ഞു അതിനെയും ഹീൽ ചെയ്യണം. അത് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിൽ. ഒന്നിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആവരുത്. എന്റെ ക്ലാസ്സിനോട് പോകുന്നത് ഞാൻ പറയാം. എന്ന് വിചാരിച്ച എന്റെ ക്ലാസ് കേൾക്കരുത് നല്ല മാക്സിമം കേൾക്കണം, മാക്സിമം ആളുകൾക്ക് എത്തിക്കണം. അത് വേറെ വിഷയം. ഇങ്ങനെ മെസ്സേജ് എത്തിക്കണം. കാരണം ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെയും അഡിക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് ഇതിന്റെ മനഃശാസ്ത്രം അതാണ്. അല്ലെ, ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? അതും പ്രശ്നമാണ്. അല്ലെ, നമ്മളെ മനസ്സിനെ നമ്മൾ വിചാരിച്ച പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് അഡിക്ഷനാണ്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവബോധത്തിന്റെ ശക്തി നമ്മൾ അറിയണം. എന്താ പറഞ്ഞാല് എനിക്ക് അഡിക്ഷൻ ഉണ്ട്, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം ഇതായത് കൊണ്ടാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇത് മാത്രമൊന്നുമല്ല സന്തോഷം കിട്ടുക,
എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടാനുള്ള മാർഗങ്ങളുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫാമിലിയിൽ നല്ല സന്തോഷം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കണം. വീട്ടിൽ നല്ല സന്തോഷം ഉണ്ടാക്കണം എന്നാണ് ആദ്യത്തെ ടിപ്പ്. മനസ്സിലായോ? സാറേ വീട്ടിലൊരു സമാധാനം ഇല്ല എന്നാ പറയാം. എടോ ആ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഉത്തരം. മനസ്സിലായോ? എങ്ങനെ? ഭർത്താവ് സ്വൈര്യം തരുന്നില്ല, അതാണ് ഒരുപാട് സ്ത്രീകളെ പരാതി. നിങ്ങൾ നിങ്ങൾ ആ സംസാരം നിർത്തൂ. നിഷ്കളങ്കമായി ഭർത്താവിനെ സ്നേഹിക്കും, നിരുപാധികം സ്നേഹിക്കും. സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത ഒരാളും ഇല്ല ലോകത്ത്. ആരോ നിങ്ങൾക്ക് ദേഷ്യം കൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചാൽ ഒരാൾക്കും അത് സാധ്യവുമല്ല. താൽക്കാലികമായിട്ട് ഒരു ഇതുണ്ട്, പക്ഷെ അത് നിങ്ങൾക്കും സ്ട്രെസ് ആണ്, അവർക്കും സ്ട്രെസ്. എന്റെ ഭർത്താവ് എപ്പോഴും മൊബൈലിൽ തോണ്ടി കളിക്കുകയാണ്. എന്നെ വേണ്ട, മൊബൈൽ മതി എന്ന് പറഞ്ഞ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് ഭർത്താവിന് അത് സന്തോഷം മൊബൈലിൽ കളിക്കലാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കും അതിൽ ചെറിയൊരു റോളില്ലേ? റോളുണ്ട്. സ്നേഹം കൊണ്ട് ഭർത്താവിനെ കയ്യിലെടുക്കൂ, കീഴടക്കൂ. പറ്റും. അതാണ് നിഷ്കളങ്ക സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞെടുത്ത് വരും. അതാണ് പറഞ്ഞെടുത്ത് വരും. മക്കൾ അങ്ങനെയാണ്. മക്കൾ എന്താ നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ്, സന്തോഷമാണ്. ആ സ്നേഹം ലഭിച്ചില്ലെങ്കിൽ ലഭിക്കുന്നിടത്ത് പോകും. എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ പറയുമ്പോൾ പ്രണയം എന്നൊരു ചാടിപ്പോക്ക്, ഒളിച്ചോട്ടം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആരോഗ്യങ്ങൾക്ക് ആ സംതൃപ്തിയും സ്നേഹവും കിട്ടുന്നത് പുറമേ നിന്നായതുകൊണ്ടാണ്. അകത്ത് നന്നായിട്ട് ആ ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ, നല്ല കുടുംബ ബന്ധമുണ്ടെങ്കിൽ, നല്ല ഓപ്പണായി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഒരു കൾച്ചർ വീട്ടിലുണ്ടെങ്കിൽ ഏത് കുട്ടികളും അങ്ങനെ വലയിൽ പെട്ടു പോകില്ല. അതാണ് സത്യം. അപ്പൊ ഇതിനെ കുറിച്ച് അവെയർ ആവുക എന്നതാണ്. വീട്ടിൽ സന്തോഷവും സമാധാനമുള്ള കൾച്ചർ ഉണ്ടാക്കണം. അപ്പോ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് നമുക്ക് പറ്റും, നമുക്കതിന് സാധിക്കും. ഇല്ല എന്ന് വെറുതെ പറയണം. പറ്റും, സാധിക്കും. എത്ര എൻഗേജ്ഡ് ആണെങ്കിലും പറ്റും. ബിസിനസ്സുകാരൊക്കെ പറയാണ്ട് അത്രയും സമയമില്ലല്ലോ വീട്ടിലൊക്കെ നോക്കാന്. അവരുടെ അടുത്തല്ലേ ചിലപ്പോൾ ഭാര്യമാരായിരിക്കും വീട്ടിലുണ്ടാവുക, ഹൗസ് വൈഫായിരിക്കും, ചിലപ്പോൾ അവരും ജോലിക്ക് പോകുന്നവരായിരിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റും. ആ ഒരു ബോധം കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാ? അത് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. എങ്ങനെ? മിക്ക ആളുകളും പറയാനുള്ള കാരണം എന്താണ്? ഫ്രീ ടൈം അല്ലേ? ഫ്രീ ടൈം എന്തൊരു ടൈമും ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. വീക്കെൻഡ്, സൺഡേ ആണ്, റെസ്റ്റ് എടുക്കണം. അത് നിങ്ങൾ ചെയ്ത ജോലി തൽക്കാലം റെസ്റ്റ് ആയിരിക്കും, പക്ഷെ വെറുതെ ഇരിക്കാനല്ല. അത് ഫാമിലിയിലൂടെ എൻജോയ് ചെയ്യണം. പൂർണ്ണമായിട്ട് അത് എൻജോയ് ചെയ്യുന്ന ഫാമിലിയുടെ കൂടെ വെറുതെ ഇരിക്കാനല്ല. ഫാമിലിയുടെ കൂടെ നിങ്ങൾ ചെലവഴിക്കുന്നത് ക്വാളിറ്റി ടൈമാണ്. അത് വെറുതെ സമയം കളയലല്ല, അത് നന്നായിട്ട് ഇടപഴകാൻ, ആസ്വദിക്കാനുള്ള സമയമാണ് ഫാമിലിയായിട്ട് നല്ല രീതിയിൽ. അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ ആ സന്തോഷ നിമിഷം അതിൽ നിങ്ങൾ എത്രത്തോളം എൻഗേജ്ഡ് ആണ്, ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ടൈമില് ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കുന്ന പകരം നമ്മൾ മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മക്കളെയോ ഫാമിലി മെമ്പേഴ്സിനെ കുറ്റപ്പെടുത്തി കാര്യമില്ല. നമ്മൾ അത് ഫാമിലിയുടെ കൂടെ ചെലവഴിക്കുന്ന സമയത്ത് ഇത് മാറ്റിവെക്കാനുള്ള അവബോധം നമുക്കുണ്ടാവണം. എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാവരും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തുറന്ന് സംസാരിക്കുന്ന നല്ല ഒരു ഫീല്, സ്നേഹം പങ്കിടുന്ന നല്ലൊരു കുടുംബാന്തരീക്ഷം നമ്മൾക്ക് ബോധം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതേസമയം സെറ്റ് ലിമിറ്റ്സ്, ഇതൊക്കെ ലിമിറ്റ് വെക്കണം കേട്ടോ. സ്പെസിഫിക് ടൈം ഫോർ സോഷ്യൽ മീഡിയക്ക് ഒരു സമയം വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇന്ന സമയത്ത് ഉപയോഗിക്കൂല തീരുമാനിക്കാം, അല്ലെ? അഡിക്റ്റഡ് ആണ് തോന്നുമ്പം തീരെ ഉപയോഗിക്കൂല തീരുമാനിക്കും. ഇതെനിക്ക് കിട്ടാതെ വരുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് അവരുടെ ഉപയോഗിക്കാതെ. എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പല ആളുകളുണ്ടാവും, ഈ ചായ കുടിക്കുക എന്ന് പറയുന്നത്
അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു രാവിലെ. ഞാൻ എന്താ ചെയ്താറ്, കുറച്ച് ദിവസം പച്ചവെള്ളം മാത്രം കുടിക്കും, എന്താ അത് കാണട്ടെ, ഒരു വാശിപ്പുറത്ത്. ഒന്നും സംഭവിക്കൂലേ, വെറുതെ തോന്നാണ്. ഇങ്ങനെ ചില തീരുമാനം എടുക്കാൻ പറ്റും. ഒരാഴ്ച ഞാൻ മൊബൈൽ റീചാർജ് ചെയ്യില്ല. ഞാൻ ഒരിക്കൽ ചെയ്താണ്. ഞാൻ ഒരിക്കൽ ചെയ്ത് ഒരാഴ്ച മൊബൈൽ റീചാർജ് ചെയ്യാതെ എന്താ സംഭവിക്കുക. ഇപ്പൊ പറ്റില്ല കേട്ടോ, ഇപ്പൊ അതെനിക്ക് പറ്റില്ല. കാരണം മുമ്പ് ചെയ്ത, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകളോട് നമ്മൾ ഇതിന്റെ മെസ്സേജും കാര്യങ്ങളും ഇപ്പൊ എനിക്ക് 100% ഞാൻ പോസിറ്റീവ് മാത്രമേ ഉപയോഗിക്കും, എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ തുടക്കത്തിൽ ഞാൻ ചെയ്തെന്താ, റീചാർജ് ചെയ്യാതിരിക്കുക അല്ലേ, അതായത് ഓഫ് ആയാല് കുത്തി വെക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആദ്യം ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുന്ന ദിവസം ഒന്നും സംഭവിക്കൂല, വെറുതെ തോന്നുകയാണ് അല്ലെ. നമുക്ക് തോന്നുകയാണ് ഇത് രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചില്ലെങ്കിൽ എന്നെ പറ്റി അവരെന്താ വിചാരിക്കുക, ഒരു ചുക്കും വിചാരിക്കുന്നത്, വെറുതെ തോന്നുക. നിങ്ങളൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കണ്ടിട്ടാണ് ലോകം മൊത്തം ഉണരുന്നത് ആണോ. രാവിലെ കിട്ടിയ സാധനം കിട്ടണം. സ്വന്തം ഭാര്യ അപ്പുറത്തുണ്ടോ നോക്കുന്നതിന് മുന്നേ നോക്കുന്ന സാധനം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ സ്വന്തം ഭാര്യ അപ്പുറത്തുണ്ടാവില്ല അല്ലേ. അപ്പൊ ഞാൻ എന്താണ്, അപ്പൊ മൊബൈൽ പിന്നെയാണ് നോക്കുക, അവളെവിടെ ഉണ്ടോ അവരെവിടെ ഉണ്ടോ അല്ലെ, കെട്ടികൾ അവിടെ ഉണ്ടോ നോക്കുക. അത്രയും നമ്മൾ ഇതിന്റെ നമ്മളെ ഭാഗമായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ എന്ത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാം. കിടക്കുന്ന സമയത്ത് അല്ലേ, അത് 1 മണിക്കൂർ എന്തെങ്കിലും എടുത്തു വെക്കാൻ പറ്റുമോ, ഏറ്റവും നല്ലതാണ്. രാവിലെ എണീറ്റിട്ട് കുറച്ച് സമയം, ഇപ്പൊ നമ്മള് ക്ലാസ് മെഡിറ്റേഷൻ ഓക്കെ, അല്ലെങ്കിൽ ഡിലീറ്റ് ആപ്സ്. മറ്റൊരു കാര്യമാണ്, നമ്മളെ സമയം കൊല്ലുന്ന ആപ്പുകൾ ഏതൊക്കെയാണ്. മൊബൈൽ സോഷ്യൽ മീഡിയയുടെ കുറെ ആപ്പുകളല്ലേ, സമയം കൊല്ലുന്ന ആപ്പുകൾ ഏതൊക്കെയാണ് തോന്നിയിട്ടുണ്ടോ. അപ്പൊ യൂട്യൂബ് സമയം കൊല്ലുന്നതായിരിക്കൂലേ. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റില്ലാവില്ല ചിലപ്പോൾ, കാരണം നമ്മുടെ ക്ലാസ്സുകളുടെ റെക്കോർഡ് കേൾക്കേണ്ടി വരും എന്നുള്ള അങ്ങനെ ആൾക്കാരുണ്ടാവും. പക്ഷെ ആപ്പ് വേണമെന്നില്ല, നമുക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് തുറക്കാമല്ലോ അല്ലെ. അഡിക്ഷൻ പോകുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ആപ്പ് ഇല്ലെങ്കിലും കയറൂലേ, ഓർണോ അല്ലെ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അഡിക്റ്റഡ് ആണോ, ഡിലീറ്റ് ചെയ്യും. ഞാൻ ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാട്ടോ, അറിയില്ല, അതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ അറിയുന്നത്. പക്ഷെ ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ഈ ഒരു ക്ലാസ്സിന് വേണ്ടി മാത്രം, വേറെ ഒരു കാര്യം ഫ്രണ്ട്സ് പോലെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ കണ്ടെങ്കിലായി, ഇതിന് മാത്രം. ക്ലാസ് കാണലെന്ന് പറഞ്ഞാൽ ഡോണ്ട് വറി, പഠിക്കാൻ ബുക്കും പേനയൊക്കെ എടുത്ത് പഠിക്കാൻ പോയിന്റ് ചെയ്തിട്ട് ക്ലാസ് കാണാം, അത് അഡിക്ഷൻ ഒന്നുമല്ല. പക്ഷെ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ, മറ്റൊരു കാര്യം പറയാം, ചില ആളുകളുടെ ഒരു സ്വഭാവം ക്ലാസ് കേൾക്കുക, ഒന്നും ചെയ്യൂല. അതൊരു പ്രശ്നമാണേ, അത് മറ്റൊരു അഡിക്ഷനാണേ. മോട്ടിവേഷൻ എന്താ പറയാ, ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ്, ഭയങ്കര പോസിറ്റീവ് എപ്പോഴും ചിന്തിക്കും, ഒരു ചുക്കും ചെയ്യൂല. അത് മറ്റൊരു പ്രശ്നമാണ്. തൽക്കാലം സമാധാനം കിട്ടാൻ വേണ്ടി കേൾക്കും, ഒന്നും ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ പോസിറ്റിവിറ്റി കേൾക്കരുത്, വേഗം മൊബൈൽ ഓഫ് ആക്കിയിട്ട് പണിക്ക് പോകുക എന്നുള്ളതായിരിക്കും പറയുന്നത് കേട്ടോ. ഒന്നും ചെയ്യാതെ മൊബൈൽ കുത്തിപ്പിടിച്ചിരുന്ന ഒരു ആക്ഷൻ എടുക്കാതെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇത് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ പണിക്ക് പോകാനാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് ആക്ഷൻ ഇല്ലാതെ നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഈ കേട്ടതുകൊണ്ട് മാറും. ആക്ഷനാണ് യഥാർത്ഥത്തിൽ ഊർജം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ എൻഗേജ്ഡ് ആവുക എന്നുള്ളത്, പോസിറ്റീവായുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. പിന്നെന്താണ്, നമുക്ക് സന്തോഷം കിട്ടുന്ന മറ്റ് കാര്യങ്ങൾ, എൻഗേജ് ഉദ്ദേശം അതാണ്. എക്സസൈസ് ചെയ്യാം. പിന്നെന്താണ്, ഹോബീസ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഹോബീസ് എന്തൊക്കെയാണ്, ചെടി നനക്കുക അല്ലെ, ബുഷ് ട്രിമ്മിങ് ചെയ്യുക, എന്തൊക്കെ നിങ്ങൾ പറയും, പകരം വെക്കാൻ പറ്റിയ എന്തൊക്കെയാണ്. റീഡിങ്, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതൊക്കെ എടുത്തു പോയില്ലേ, നല്ല പുസ്തകങ്ങൾ വായിക്കലൊക്കെ. കുക്കിംഗ്, അല്ല അവിടെയൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുക കേട്ടോ. കുക്കിംഗ് പരീക്ഷിക്കുക, അതൊക്കെ യൂട്യൂബ് നല്ലതാണ്, അതിന് തെറ്റല്ല, ഒരിക്കലും അല്ല. അത് ഉപയോഗിക്കാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. യോഗ, റീഡിങ്, കുക്കിംഗ്, സ്റ്റിച്ചിങ്, ക്രാഫ്റ്റിംഗ്, പിന്നെ ക്ലീനിങ്. സന്തോഷത്തോടെ വീടൊക്കെ ക്ലീൻ ചെയ്യുക, അടുക്കും ചിട്ടയും വരുത്തുക അല്ലെ. അത് അമിതമാവരുത്, അത് ഒരു OCD പോലെ ആവരുത്, വസ്വാസ് പോലെ ആവരുത്. അത് ചില ആൾക്കാർക്ക് അതൊരു അഡിക്ഷനാണ്. എപ്പോഴും ക്ലീൻ ആക്കേണ്ടത്, വീണ്ടും ക്ലീൻ ആക്കേണ്ടത്, അങ്ങനെ വരരുത് പാടില്ല. ഓക്കെ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെ, ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചെലവഴിക്കുക, നല്ല ഫ്രണ്ട്സിന്റെ കൂടെ അതിനും ടൈം വെക്കുക. എത്ര സമയം ഫ്രണ്ട്സിന്റെ കൂടെ,
ഫാമിലിയുടെ ക്വാളിറ്റി ടൈം എങ്ങനെ ചെലവഴിക്കണം, അല്ലേ? അത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ആദ്യം കൊണ്ടുവരാം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടുവരാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സ്വയം കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് തേടണം. ഞാൻ അഡിക്റ്റ് ആയി പോയാൽ ഞാൻ എന്താ ചെയ്യുക? നമ്മൾ അത്തരം നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരം ഫ്രണ്ട്സിനെ നമുക്ക് ഉണ്ടാക്കി നമ്മൾ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫാമിലി, നമ്മുടെ കമ്മ്യൂണിറ്റി കുറെ ആളുകളുണ്ട് നല്ല രീതിയിൽ സമയത്തെ ചെലവഴിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾ നമുക്ക് ഉണ്ടായാൽ അവരെങ്ങനെ കൂടുതൽ സമയത്തെ പ്രൊഡക്റ്റീവ് ഉപയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവരെ കൂടെ നമുക്ക് സമയം ചെലവഴിച്ചാൽ നമുക്ക് എനർജി കിട്ടും. പിന്നെ എന്താണ്, ഇതൊന്നും ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കൗൺസിലിംഗ് ആവശ്യമാണ്. ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുക. അല്ലെങ്കിൽ ഇത്ര ക്ലാസ് കേട്ടിട്ടാണെങ്കിൽ ഈ ക്ലാസ് അവയർനെസ് കൊടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അവയർനെസ് വീണ്ടും വീണ്ടും കേട്ടിട്ട് അഡിക്ഷൻ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതൊന്നും ചെയ്തിട്ടും അത് ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നുണ്ട്, അപകടകരമായി നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ സാമ്പത്തികത്തെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ബന്ധങ്ങൾ വളരെയധികം അപകടത്തിലാണ് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ തേടണം. നമ്മൾ കോഴ്സിൽ അത് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ മൈൻഡ് മാസ്റ്ററി കോഴ്സിൽ അറ്റൻഡ് ചെയ്ത് അവയർനെസ് കിട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാം മാറ്റം വരുത്തിയവരുമുണ്ട്. അത് മറച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ ആയിപ്പോയാലും എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവയർനെസ് ക്ലാസ് കേട്ട് അവയർനെസ് ശക്തമാക്കുക. എന്നിട്ടും അത് മാറ്റം വരുന്നില്ലെങ്കിൽ ആ രീതിയിലുള്ള തെറാപ്പികൾ നമുക്ക് തേടണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മൈൻഡ്ഫുൾ ആവുക. അവയർനെസ് കൊടുക്കാൻ എന്താ, ഓരോ നിമിഷവും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നന്നായിട്ട് മൈൻഡ്ഫുൾ ആവുക എന്നുള്ളത്. ഞാൻ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തായാലും കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും വാഷിംഗ് ആണെങ്കിലും ശരി, ഇതെല്ലാം ഒരു ഭാരമല്ല. അപ്പം ചില ആൾക്കാർ വീട്ടിലെ പണി വീട്ടുജോലി വലിയ ഭാരമായി കാണുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ മൈൻഡ് സെറ്റ് കുഴപ്പമാണ്. വീട്ടുജോലി നമുക്ക് ആസ്വദിച്ച് ചെയ്തൂടെ? പറ്റുമല്ലേ? പല സ്ത്രീകളും വീട്ടുജോലിയുടെ ഭാരം കുറക്കാനാണ് ഏത് ചെയ്യുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത്. പക്ഷെ വീട്ടുജോലി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂലേ? വീട്ടുജോലി ഇത്ര മോശമുള്ള കാര്യമാണോ? അല്ലേ? ഒരിക്കലും അല്ല. കുക്കിംഗ് വളരെ മനോഹരമായുള്ള കാര്യമാണ്. ക്ലീനിങ്ങും വാഷിങ്ങും വളരെ നല്ല കാര്യമാണ്. നമ്മൾ കാഴ്ചപ്പാട്, നമ്മൾ നോക്കിക്കാണുന്ന രീതി നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുക. ഇഷ്ടത്തോടെ ചെയ്താൽ കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജീവിതത്തിൽ മഹത്തായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക എന്ന് വളരെ പ്രധാനപ്പെട്ടത്. കാരണം ലക്ഷ്യങ്ങൾ നേടാൻ തന്നെ നമുക്ക് സമയമില്ല. എന്നൊക്കെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. സമയമില്ല എന്നത് നെഗറ്റീവായിട്ടല്ല കേട്ടോ. കാരണം ഞാനൊക്കെ സമയത്ത് അങ്ങനെ കൺജസ്റ്റ് ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ഒരു ഭാഗത്ത് വീട് പണി നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഓഫീസിന്റെ പണി നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ക്ലാസ്സിന് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. മൾട്ടി ടാസ്കിങ് ചെയ്യാറുണ്ട് പലപ്പോഴും. വളരെ നല്ല പ്ലാൻ ചെയ്തിട്ട്, കാരണം ഡെലിഗേഷൻ, മറ്റുള്ളവരെ പലപ്പോഴും ഏൽപ്പിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാനൊക്കെ സമയത്ത് നമുക്ക് ഡബിൾ ആയിട്ടും ട്രിപ്പിൾ ആയിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്യുക. നന്നായി പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് മഹത്തായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒരു എനർജി കിട്ടണ്ടേ? മഹത്തായ ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഉണ്ടോ? ഞാനൊക്കെ ഇപ്പൊ എന്ത് ലക്ഷ്യ സാറേ, ഞാനിങ്ങനെ ഹൗസ് വൈഫ് ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങള്. പുതിയാപ്പിള വരുമ്പോ ഒരു ബിരിയാണി വെച്ചു കൊടുക്കണം, വൈകുന്നേരം കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം, ഇങ്ങനെ പറയുന്ന സ്ത്രീകൾ ഞാൻ കണ്ടു. അങ്ങനെ ആവരുത് ജീവിതം. അത് മോശമാണ് എന്നല്ലട്ടോ, നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചുരുക്കിക്കളയാതെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് എനിക്ക് എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. വലിയ ലക്ഷ്യങ്ങൾ കാണുക.
ഞാൻ എപ്പോഴും പറയും, എനിക്ക് ചെറിയ ലക്ഷ്യങ്ങൾ കാണുന്നത് ഇഷ്ടമല്ല ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും സംസാരിക്കും ഇന്റർനാഷണൽ കേട്ടില്ലേ? ഗോളിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇന്റർനാഷണൽ ട്രെയിനാണ്. ഇന്റർനാഷണൽ ഓഫീസ് എപ്പോഴും ഞാൻ പറയുന്നത് ദുബായ് അല്ലെങ്കിൽ ഇന്റർനാഷണലി പല രാജ്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ആളുകൾ എന്ത് ചെയ്യും, നമ്മളുടെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 1000-ഓളം ആളുകൾ സെഷനിൽ വരാറുണ്ട് അല്ലേ? ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വലിയ ലക്ഷ്യം കാണുന്നത് കൊണ്ടാണ്, വലുതായി ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഞാനൊക്കെ പിന്നെ എവിടെ വലുതായി ചിന്തിക്കാതെ, പ്രായമായി, നമ്പർ. റിട്ടയർ ചെയ്തതിനു ശേഷം വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആളുകളെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? KFC പോലുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? അപ്പൊ എന്ത് ചെയ്യാ? സമയത്തെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മഹത്തായ ലക്ഷ്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ, വലിയ മൈൻഡ് സെറ്റോടുകൂടെ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നും വലിയ സ്വപ്നങ്ങൾ കാണുന്നത് ടെൻഷനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാ സാറേ ഒരിക്കലും നടക്കാത്ത സ്വപ്നം ഇതിനെ കാണുന്നത് ചോദിക്കാം. ഒരിക്കലും നടക്കാത്ത കാര്യം ഒന്നില്ല, നടക്കും. എന്നോടും പറഞ്ഞിരുന്നു, നീ വെറുതെ പുളുവടിക്കുകയാണ്, EFT ഒന്നും നിനക്ക് ആൾക്കാർക്കൊന്നും മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം പല ട്രെയിനർമാരും പരീക്ഷിച്ചിട്ട് വേണ്ടത്ര വിജയിക്കാത്തൊരു മേഖലയാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പലരും പലയിടത്തും പല പ്രോഗ്രാമും നടത്തിയിട്ടും സക്സസ് ആവാത്തൊരു മേഖലയാണ് ഞാൻ കൈവച്ചത്. അതിൽ സക്സസ് ആക്കി എടുത്തത് എന്തുകൊണ്ടാണ്? അതിൽ വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ലോകത്ത് നമ്പർ 1 കമ്മ്യൂണിറ്റി ആവാന്നുള്ള ലക്ഷ്യം അല്ലെ? അതിൽ ഒന്നും തടസ്സമില്ല. അത് സാധിക്കും, സംഭവിക്കും എന്നുള്ളത്. അത്രയും വലിയ ആ ഒരു വിശാലമായ ലക്ഷ്യം നമുക്ക് കാണാൻ കഴിയണം. അത് പറ്റും, അതിന് സാധിക്കും എന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒറ്റ കാര്യം മാത്രമാണ്, വലിയ ലക്ഷ്യങ്ങൾ, വലിയ ടാർഗറ്റ്. അതിലേക്ക് മാത്രം 3 കാര്യങ്ങളാണ് നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. സമയം കളയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യും, വെറുതെ ഇരിക്കില്ല. ഉറക്കം കുറയും. 8 മണിക്കൂർ ഇറങ്ങിയിട്ടേ സമാധാനം കിട്ടിയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ 6 മണിക്കൂർ 5 മണിക്കൂർ ഇറങ്ങിയാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മനസ്സിലാവും, അതൊരു തോന്നലാണെന്ന്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നലെ രാത്രി 10 മണി വരെ ക്ലാസ് എടുത്തതിന് ശേഷം ഇന്ന് രാവിലെ 6 മണിക്ക് ഞാൻ മെഡിറ്റേഷനിലൂടെ നിന്നിരിക്കുന്നുണ്ട് ചോദിച്ചാൽ അറിയാം. അതിനുശേഷം ഞാൻ വേറെയും ഒരുപാട് കാര്യങ്ങൾ രാത്രി കഴിഞ്ഞിട്ടാണ് 11 മണി 12 മണി ചിലപ്പോൾ 1 മണി വരെ അങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 5 മണിക്ക് എണീക്കുക. നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ 4 എണീക്കും, 5 മണി. ഒരു കുഴപ്പവും എനിക്ക് അതിലില്ല. ഞാൻ പറയുന്നത് മഹത്തായ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ അവിടെ എന്ന് വിചാരിച്ച് എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടെന്നല്ല കേട്ടോ, ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും. മഹത്തായ ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഫോക്കസ് ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടൈമൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് വരും. വളരെ സ്ട്രോങ് ആയുള്ള ബോൾഡ് ആയുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകും. അപ്പൊ നമ്മളുടെ അഡിക്ഷനും സമയം ഉണ്ടാവില്ല. അത് ഈ വെറുതെ സമയം ഉണ്ട് തോന്നുമ്പോഴാണ് ഇതിലേക്ക് പോകുന്നത്. അല്ലേ? നിങ്ങൾ ജോലി മൈൻഡ് സെറ്റ് ആണ്, ജോലി കഴിഞ്ഞാൽ ബാക്കി ഫ്രീ അല്ല. അങ്ങനെ ഒരു ഫ്രീ ടൈം ഉണ്ടാവരുത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ വെറുതെ പറയാണോ? ഫ്രീ ടൈം എന്നൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഫ്രീ ടൈം ഉണ്ടോ നിങ്ങൾക്ക്? പറയൂ. ടൈപ്പ് ചെയ്യൂ. കമോൺ. സമയത്തെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ, ടൈമിനെ പ്രൊഡക്റ്റീവ് ഉപയോഗിക്കാൻ, എനർജിയെ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഓരോ നിമിഷവും കഴിയുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. അതാണ് നമുക്കുണ്ടാവേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്താ അതിന് കൂടെ തന്നെ നമുക്കുണ്ടാവേണ്ട ക്വാളിറ്റിയാണ് കണക്ഷൻസ് ബിൽഡ് ചെയ്യാം, സോഷ്യൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. എപ്പോഴും ഞാനൊക്കെ ചെയ്ത കാര്യം കേട്ടോ. നല്ല നല്ല കണക്ഷൻസ് ആണ് എൻ്റെ ലൈഫിൽ എന്നെ മാറ്റി മറിച്ചത്.
ഒരുപാട് വിജയികളായുള്ള ഒരുപാട് നല്ല ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവരിൽ നല്ല എക്സ്പീരിയൻസ്, നല്ല എനർജി. ഒരു 10 മിനിറ്റ് അവരുടെ ഫോണിൽ സംസാരിച്ചാൽ തന്നെ നമുക്ക് ചാർജ് ആയി, അല്ലേ? നല്ല ചാർജ് ആയി. കുറെ കുറെ ഇൻസൈറ്റ്സ് കിട്ടുന്നു. പോസിറ്റീവായ നല്ല ഫ്രണ്ട്സിന് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് നല്ല പോസിറ്റീവ് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലേ? യെസ് ഓർ നോ? ഒരുപാട് നല്ല പോസിറ്റീവ് ഫ്രണ്ട്സ് കിട്ടിയില്ലേ കമ്മ്യൂണിറ്റിയിൽ നിന്ന്? യെസ് ഓർ നോ? എന്താണ് പറയാത്തത്? യെസ്, കിട്ടിയിട്ട് കണക്ടർ ആയിരിക്കുക. ഒരിക്കലും പിന്നെ നമുക്ക് മോശം രീതിയിൽ സമയം ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെന്താണ്? ചെറിയ ചെറിയ മാറ്റങ്ങൾ വലുതായിട്ട് ആസ്വദിക്കുക, ആഘോഷിക്കുക. എനിക്കിപ്പോൾ പഴയ പോലെ മൊബൈൽ അനാവശ്യമായി നോക്കുന്ന ശീലം ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? യെസ് 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 യെസ്. ഞാനിപ്പോൾ അതിൽ അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട്. എനിക്ക് അതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്, അഭിമാനിക്കാൻ കഴിയുന്നുണ്ട് എന്ന ആ ഒരു ഫീലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. ക്ലിയർ അല്ലേ? അപ്പോ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങളെയും നേട്ടങ്ങളെയും വലിയ വിശാലമായുള്ള മനസ്സുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റൂലേ? പറ്റും, സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്തരം ആ ഒരു എനർജിയിൽ ജീവിക്കുന്ന പോസിറ്റീവ് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ എല്ലാവരെയും നമ്മളെ കമ്മ്യൂണിറ്റി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് കൂടുതൽ ലൈവായിട്ട്, അത് EFT വന്നതിന് ശേഷം മൊബൈൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം എന്താണ്, സമയം കളയാറില്ല. കുറെ ആൾക്കാർ ചാറ്റ് ബോക്സിൽ അറിയിച്ച് നമ്മൾ ക്ലോസ് ചെയ്താൽ ഇതേപോലെ നമുക്ക് പറയാൻ പറ്റണം. അതിനുവേണ്ടി നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ EFT ക്ലബ്. EFT കമ്മ്യൂണിറ്റി, EFT ക്ലബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അപ്പൊ അതിലെന്താണ് ഏറ്റവും മനോഹരമായുള്ള നമ്മുടെ കോഴ്സാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. കാരണം നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അഡിക്ഷനിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു നല്ലൊരു സപ്പോർട്ട്, ആ ഒരു ബോധം ഉള്ളിൽ വന്നുകൊണ്ട് സമയത്തെ പ്രൊഡക്റ്റീവ് ക്രിയേറ്റീവ് ഉപയോഗിക്കാൻ, അതിന് തടസ്സം നിൽക്കുന്ന സകല ട്രോമകളെ ഞാൻ പറഞ്ഞില്ലേ, ചില ചെറുപ്പത്തിലെ അനുഭവങ്ങൾ, വേദനകൾ, അത്തരം നെഗറ്റീവ് മെമ്മറീസ് നിരന്തരമായി സങ്കടപ്പെടുത്തുന്നത് നമ്മളെ ബാക്കോട്ട് വലിക്കുന്ന അത്തരം ഓർമ്മകളെ മുഴുവൻ, ബ്ലോക്കുകളെ മുഴുവൻ കംപ്ലീറ്റ് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സമ്പൂർണ്ണമായ അഡിക്ഷൻ ഫ്രീ ആയ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വെൽക്കം ചെയ്യാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ കോഴ്സിൽ വരാത്തവരുണ്ടെങ്കിൽ കമോൺ, കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, മൊബൈലിൽ കട്ട് ചെയ്യുക, ചാറ്റ് ബോക്സ് ഡീറ്റെയിൽ ഉണ്ട്, കട്ട് ചെയ്യുക. അടുത്ത ബാച്ച് 30-ാം തീയതി ആരംഭിക്കുന്ന വിവരം സന്തോഷത്തോടെ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. ജോയിൻ ചെയ്ത് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി വരുന്ന നമ്മുടെ EFT മൈൻഡ് മാസ്റ്ററിലെ സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത മുഴുവൻ ആളുകളും ജോയിൻ ചെയ്ത എല്ലാവരോടും ഒരു ഹൃദയത്തിന് അടിത്തട്ടിൽ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണിതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഏത് തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാം. ഇനി ഞാൻ പറയുന്നില്ല, തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയേണ്ടവർ പറയാം. ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എങ്ങനെയാ പറയാം കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. എനിവേ 500-ലധികം ആളുകൾ ഇവിടെ വളരെ ലൈവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. യൂസ്ഫുൾ ആണെന്നും എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം. ഓക്കെ, ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു ചുരുക്കി പറയാം. ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. വലിയ സന്തോഷം. ഈ ക്ലാസ് വളരെയധികം ആക്റ്റീവായി പ്രൊഡക്റ്റീവായി നിങ്ങളെ മാറ്റിയതിന്. ഓക്കെ, അവസരം കൊടുത്തോളൂ കേട്ടോ. നൂറ ഹാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പറയൂ നൂറ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നൂറയല്ല, ഹന്നയാണല്ലേ? ഓക്കെ സാറേ, പിന്നെ EFTയിൽ വന്നതിന് ശേഷം പലതിനും സാധ്യമാകുമെന്ന് നമുക്ക്, അത് ഏജോ മറ്റ് ലൈഫോ ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ തന്നെയാണ് നമ്മളെ സ്നേഹിക്കേണ്ടതെന്ന് മനസ്സിലായി.
അതുപോലെ ഇപ്പോഴും നമുക്ക് മുടങ്ങിപ്പോയി എന്ന് നമുക്കിനി ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ള നമ്മുടെ തോന്നലുകൾ മാറി പലതിലേക്കും നമുക്ക് ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ നമ്മളിൽ എത്തിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ പോലും EFT പഠിച്ചപ്പോൾ മനസ്സിലായി അതിനും അതിൻ്റെതായ സമയങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ നമ്മുടെ ബോധത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ചെലുത്തുന്നതിനേക്കാളും നല്ലത് നമ്മളിൽ തന്നെ അത് മാറ്റങ്ങൾ വരുത്തി കാണിച്ചു കൊടുക്കുകയാണ് സമൂഹത്തിന് വേണ്ടത്. നമുക്ക് ഉപദേശിക്കാനോ ഒന്നും നമ്മൾ ആളല്ല. നമ്മുടെ ബോധത്തെ അതാണ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ സമൂഹത്തെ നന്നാക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല കാഴ്ചപ്പാടും കുറച്ച് നല്ല ഫ്രണ്ട്സും നല്ലൊരു കൂട്ടായ്മയിലും മനസ്സെപ്പോഴും എനർജറ്റിക് ആയിട്ട് നിർത്താനും പറ്റുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ക്ലാസ്സിന് കയറിയത് തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നിരന്തരം മെസ്സേജുകളായിരുന്നു. ഹന്ന മാം എവിടെ എന്നൊക്കെ പറഞ്ഞു. 30ാം ബാച്ചിലെ കൂട്ടുകാർ വരെ കണക്ട് ആയി എന്നുള്ള അത് പ്രപഞ്ച ശക്തിയോടും സാറിനോടും ഇത്രയധികം നല്ല കുറെ കൂട്ടുകാരെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ നല്ല പ്രൊഫഷൻ ഉള്ളതും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പിന്നെ നമ്മളുമായിട്ട് കണക്ട് ആകുന്നത്. ഒരുപാട് അന്നേരം നമ്മളിലും അതെല്ലാം സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരുപാട് സന്തോഷമുണ്ട് സാറേ. ഇപ്പം ഞാന് സത്യത്തിൽ +2 കഴിഞ്ഞ് നിന്ന ആള് ഇപ്പൊ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു. സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി ഇൻഷാ അള്ളാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ അഡ്മിഷൻ എടുത്തു. അങ്ങനെ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ അത് ലാഭം ആഗ്രഹിച്ചു മാത്രമല്ല, എനിക്ക് അറിയേണ്ടത് പലതും ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുള്ള ഒരു ത്വരയായി മാറിയേക്കുന്നു ഇപ്പൊ. അത് അൽഹംദുലില്ലാഹ് EFTയിൽ വന്നതിന് ശേഷമാണ് അത് നമുക്ക് ഏത് പ്രായത്തിലും സാധ്യമാകും. വിജയം നമ്മൾ ഇതുവരെ വിജയിച്ചില്ല എന്നുള്ള തോന്നലുകളാണ് നമുക്ക് മാറ്റേണ്ടത്. ഇനിയും വിജയിച്ചു കൂടായികയില്ല. അത് മനസ്സിലാക്കി തന്നത് EFT ആണ്. ഒരുപാട് സന്തോഷം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സന്തോഷം അറിയിക്കുന്ന ഇതിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ക്ലാസ്സിന് വന്നില്ലെങ്കിലും വിളിച്ച് ഓർമ്മപ്പെടുത്തി മെഡിറ്റേഷൻ ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമുക്കൊരു വീഴ്ച വന്നാലും നമ്മുടെ മനസ്സൊന്ന് തളർന്നു പോയാലും കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്രാറ്റിറ്റ്യൂഡ്. ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് സാറിനോടാണ് ഞങ്ങൾ ഈ അവസരത്തിൽ. കാരണം സാറിന്റെ ഈ കൂട്ടായ്മയിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടു സാറേ. കാരണം ഒരിക്കലും ആരെയും ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞു വിടുകയല്ല. ഒരു ഗുരു ശിഷ്യ ബന്ധത്തെക്കാൾ ഉപരി എന്തൊക്കെയോ ഒരു മിറാക്കിൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. എത്ര നമ്മൾ കണക്ട് അല്ലെങ്കിലും നമ്മളെ കണക്ട് ആക്കിക്കൊണ്ട് വരുന്ന ഒരു കാന്തീയ ശക്തിയുണ്ട്. അതൊരുപാട് സന്തോഷം തരുന്ന, കാരണം ഒരാൾ പോലും വേറിട്ട് പോകില്ല എന്ന് ഇതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് സാറേ. ഒരുപാട് സങ്കടങ്ങളിലും അവരുടെ സങ്കടങ്ങളെ മാറ്റി സന്തോഷത്തിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നല്ലൊരു പുറം ലോകം എന്താണെന്ന് പല കാരണങ്ങൾ കൊണ്ട് കേട്ടറിഞ്ഞു സാറ്. സാറ് പോലും ഓരോരുത്തരുടെ മനസ്സ്, യഥാർത്ഥ മനസ്സ് ഇത്രത്തോളം ദുഃഖിക്കുന്ന കുറെ മനുഷ്യരെ സന്തോഷത്തിലാക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. എപ്പോഴും ഗ്രാറ്റുവിറ്റി പറയുന്ന ആളാണ്. വലിയ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ 30ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. നമ്പറിൽ കണക്ട് ചെയ്യുക. എല്ലാവരും ഈ ഫാമിലിയിലേക്ക് വരിക. അപ്പോൾ ഒരുമിച്ച് വലിയ ട്രാൻസ്ഫോർമേഷൻസ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാവരും വരുത്തണമെങ്കിൽ ലോകം മുഴുവൻ സമ്പൂർണ്ണ ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ ആളുകൾ ഹന്നാമാമിന്റെ കോണ്ടാക്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഗ്രൂപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. ഗ്രൂപ്പിലുണ്ട്. എനിവേ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. Thank you, sir. Hello, thank you very much, sir. Thank you so much, sir. Thank you. Very, very, Thank you, very, sir. very, Thank you so much. Thank you, sir. Thank you.